അമൃതം, വഴിവക്കിലെ വിളക്കുകളൊന്നും അണഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെയാ ഒന്ന് പുറത്തിറങ്ങുന്നേ? ഈ രാത്രി പോയിട്ട് എന്ത് ചെയ്യും? ഇന്നിനിയൊന്നും ചെയ്യാനില്ല. ഇനി ഇവിടെ ഞാൻ നിന്നാ പെർമനന്റ് ആയിപ്പോ. നീ പെറും, അതോടെ എന്റെ ചീട്ടും കീറും. എന്നാ പിന്നെ ഇറങ്ങിപ്പോ. നീ തോർത്തിങ്ങോട്ടെടു. ഞാൻ തലവഴി ഇട്ടിട്ട് മുണ്ടി പൊക്കോളാം. ആരെങ്കിലും കണ്ടാ ആ മുണ്ടി ഈപ്പച്ചനാണെന്ന് വിചാരിച്ചോളൂ. എന്തൊരു ബുദ്ധി. ഞാൻ നാളെ ഈ സമയത്ത് വരുവേ എന്ന് സ്വന്തം മകൻ കേശവൻകുട്ടി. അപ്പൊ എല്ലാവരും കേട്ടല്ലോ, എന്റെ മകൻ കേശവൻകുട്ടി ബോംബെയിൽ ഒരു ഷേട്ടുമായി 10 ലക്ഷം രൂപയുടെ പാർട്ണർഷിപ്പ് കമ്പനി തുടങ്ങാൻ പോവുകയാണ്. കടുപ്പം കുറവാണെങ്കിൽ പറയണേ എന്റെ സാറേ. നാട്ടിൽ വഴക്കും വെക്കാണോ എന്ന് നടന്ന കേശവൻകുട്ടി ഈ നിലയിലാവുമെന്ന് ആരെങ്കിലും കരുതിയോ? എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ ലീലകളല്ലേ. ഗുളിയൻ ഉച്ചയിൽ നിൽക്കുന്ന സമയത്ത്, കള്ളക്കർക്കിട മാസം അർദ്ധരാത്രി 12 മണിക്ക് മഴ കോരിച്ചൊരിയുന്ന സമയത്താണ് എന്റെ പാറുക്കുട്ടി എന്നെ പെറ്റത്. അയ്യേ, എന്തേ? അല്ല, എന്റെ പാറുക്കുട്ടി എന്റെ മകൻ കേശവൻകുട്ടിയെ പെറ്റത്. അപ്പോ അടുത്ത ലീവിന് വരുമ്പോ കല്യാണം ഉണ്ടാവല്ലേ? ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ബോംബെയിൽ ഒരു പ്രശ്നമില്ല. സുന്ദരികളായ മണിമണി പോലത്തെ ഷേർട്ടൂത്തി പെൺകുട്ടികളെ ഇവന്റെ പിന്നാലെ ഇങ്ങോട്ടാണെന്ന് ഇവനെ ലൈൻ അടിക്കല്ലേ. ഇത് ഇവൻ പറഞ്ഞതല്ല. അതാണ് എന്റെ രസം. ഇവന്റെ സ്നേഹിതൻ എനിക്ക് കത്തയച്ചതാ. ഇവ കണ്ടാലും യോഗ്യനല്ലേ എന്നെ പോലെ. സേട്ടുമാരിലും നമ്മുടെ നായന്മാരുണ്ടോ വാസു? ഇല്ലാതില്ല, പക്ഷെ കൂടുതൽ കുറുപ്പന്മാരും മേനോന്മാരും. എന്റെ ഗുരുവായൂരപ്പ, ഈ ചായക്കട തുടങ്ങാൻ തോന്നിച്ച നേരത്ത് കള്ളവണ്ടി കയറി ബോംബെക്ക് പോയാ മതിയായിരുന്നു. കള്ളവണ്ടി കയറിച്ചോ? എന്റെ മോൻ ടിക്കറ്റ് എടുത്തിട്ട് പോയത്. അല്ല, ഞാൻ പോണതിനെ പറ്റി ആലോചിക്കായിരുന്നു. പമ്പരം വിരിയും മാനസം അറിയാമ്പളി. ഈ പൊന്നമ്മ ആരാന്നാ നീ വിചാരിച്ചേ? പൊന്നമ്മ, വിട്. നീ ബഹളം വെക്കാതെ. നീ എന്നോട് സംസാരിക്കുന്ന ആരെങ്കിലും കണ്ട അടുത്ത ജന്മത്തിൽ പോലും എനിക്ക് പെണ്ണ് കിട്ടൂല. രാത്രിയില് രൂപയാന്നും പറഞ്ഞ് പഴയ ലോട്ടറി ടിക്കറ്റ് തന്ന് എന്നെ പറ്റിക്കാന്ന് കരുതിയല്ലേ? അയ്യോ, എന്റെ പൊന്നമ്മ, ഞാൻ നിന്നെ പറ്റിച്ചതല്ല. ഇരുട്ടത്ത് രൂപ എടുത്തപ്പോ മാറിപ്പോയതാണ്. പകലത് പറ്റില്ലായിരുന്നു. എന്റെ പൊന്നമ്മ, ഇത് ഭഗവാന് കാണിക്കാനുള്ള കാശാണ്. ആദ്യം എന്റെ കടം തീരട്ടെ, എന്നിട്ട് മതി കാണിക്കാം. കാണിക്കാം പൊന്നമ്മ, കാണിക്കാം. അയ്യോ, നാളെ നീ നേരത്തെ വരൂ. ഞാൻ ഈ സമയത്ത് തന്നെ വരാം. അമ്മണിക്കുട്ടി, ആനന്ദക്കുറുപ്പ് വീട്ടിലോട്ടോ? അനന്തേട്ടൻ എന്റെ വീട്ടിലല്ല താമസിക്കുന്നത്. അവൻ നിന്റെ പുറകെ കിടന്ന് ഭയങ്കര ശല്യമാണെന്ന് കേട്ടല്ലോ. അമ്മണിക്കുട്ടിക്ക് അനന്തനെ ഇഷ്ടമല്ല, അത് പണ്ടേ എനിക്കറിയാം. എനിക്ക് ഇഷ്ടമാണ്. ഹലോ, അമ്മണിക്കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആരെയാ? നിങ്ങൾ കേട്ട? പിന്നെ കേൾക്കാതെ. എന്നെ ഇഷ്ടമാണെന്ന് പറയായിരുന്നു. കൊച്ചുനാളിലെ ഞങ്ങൾ മണ്ണുവാരി കളിക്കുമ്പോ, മണ്ണപ്പ ചുടുമ്പോ, ഈ തമ്പല കളിക്കുമ്പോഴൊക്കെ പറയും എന്നെ വലിയ ഇഷ്ടമാണെന്ന്. ഇപ്പോഴും അത് തന്നെ പറഞ്ഞത്. ട്യൂട്ടോറിയൽ അമ്മണിക്കുട്ടിയും ഞങ്ങളുടെ ഒരു കൂട്ടുകാരനുമായ പ്രേമത്തിലാണല്ലോ. തമാശ പറയാതനിയാ. തമാശ അല്ല. പാവം, ആ ബാലകാമുകന്റെ തലയിലെടുത്ത് ചിങ്ങമ്പുഴയുടെ രമണന്റേതുപോലെ ആയി തീരുമല്ലോ. ചെങ്ങമ്പുഴ അല്ല ശനെ, ചങ്ങമ്പുഴ. അതെ, അങ്ങനെ ആയി തീരും. അവൻ അവൾക്ക് ലവ് ലെറ്റേഴ്സ് വല്ലതും കൊടുക്കുന്നത് കണ്ടാൽ ആ വിവരം ഉടനെ അനന്തക്കുറുപ്പിനെ അറിയിക്കണം. അമ്മണിക്കുട്ടിയെ സൂക്ഷിക്കാൻ ഞാൻ അവനെ ഏർപ്പാടായിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ വിട്ടോ, പോയി സമരം ഉണ്ടാക്ക. സംഗതി ഏറ്റളിയാ. ഈ കൃഷ്ണ മിക്കവാറും രമണനാവും. നല്ല തോന്നിട്ടാ. അയ്യോ, വാസു കട തുറന്നില്ലേ? വാടക വാങ്ങാൻ നടന്ന് കാലിന്റെ ചെരുപ്പ് തേഞ്ഞു അല്ലേ? ചേട്ടൻ വന്ന കാര്യം അറിഞ്ഞ് അവൻ മുങ്ങിയിട്ടുണ്ടാവും. ഇനി അവൻ കട തുറക്കില്ല. ഇനി എനിക്ക് വാടക വേണ്ട, കട ഒഴിഞ്ഞു തന്നാ മതി. അത് ശരി ചേട്ടാ. ഞാനൊരു സത്യം പറഞ്ഞു. നീ ഉടനെ അവളോട് ചോദിക്കൊന്നും വേണ്ട. കൈവിട്. അവളോട് ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് വേറെ കാര്യം. ഇക്കിളിയൂട്ടും പ്രായത്തിൽ അമ്മണിക്കുട്ടിക്ക് പറ്റിയ ഒരു തെറ്റായിട്ട് കരുതിയാ മതി അനന്ത. വേറെ ബൈഫർക്കേഷൻസ് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ക്ഷമിച്ചൂടെ? ഇക്കാര്യത്തിൽ ക്ഷമിക്കാനാവില്ല. മാത്രമല്ല, എനിക്ക് ആരുടെ ഉപദേശവും ആവശ്യമില്ല. അനന്ത ഇന്ന് രണ്ട് പാത്രത്തിലാവും.
എന്താ ഭാസ്കരേട്ടാ പഴുത്തോ നോക്കുകയാണോ? എന്താ തിന്നണ? പത്രം വായിക്കേണ്ട ഏതാണ്ട് മന്ത്രിസഭയ്ക്ക് ഇവര് നടത്തുന്ന ആ അനന്താ, തേങ്ങയിടലൊക്കെ കഴിഞ്ഞില്ലേ? ഒരു 50 തേങ്ങ എനിക്ക് ഇട്ടേക്കണം. ചായ കുടിച്ചിട്ട് പോയാ മതി. പറഞ്ഞ കുടിക്കേ. വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടിറങ്ങിയതാ. അമ്മണിക്കുട്ടി വന്നില്ലേ? ഇപ്പൊ എത്തും. മണി 4 ആയില്ലേ? കഴിഞ്ഞ മാസത്തെ തേങ്ങയുടെ കാശ് ഒരു 10 ദിവസത്തിനകത്ത് തരാട്ടോ. തേങ്ങയുടെ കാശ് ഒരു 10. കേട്ടു, ഒരു മാസത്തിനുള്ളിൽ തന്നാ മതി. എന്തൊരു നല്ല സ്വഭാവ. മോൻ നന്നായി വരും. വട നിന്നെ കടിച്ച പുതിയ മാഷിന്റെ ക്ലാസ് മഹാഘോറ. എനിക്കിഷ്ടായില്ല. ഏയ് നല്ല ക്ലാസ്സാ, എനിക്കിഷ്ടപ്പെട്ടു. പോട്ടെ. എന്താണെന്തേട്ടാ, എന്തിനാ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നേ? നിനക്കൊന്നും മനസ്സിലായില്ല അമ്മണിക്കുട്ടി. പഠിക്കാൻ വേണ്ടി തന്നെയാണോ നീ ക്ലാസ്സിൽ പോകുന്നത്? നിനക്കാരുമായോ നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഉണ്ട്. എന്താ? കുറച്ചു നാളായി ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. തൽക്കാലം രഹസ്യമാക്കി വെക്കാന്ന് കരുതി. ഞാൻ പോട്ടെ. പിടി വിട്ടുപോയോ കുറുപ്പേ? അനന്ത, മക്കളെ, ചിങ്ങവനത്തുനിന്ന് വന്ന ആലോചനക്കാര് വീണ്ടും പ്രഭാകരനാരെ പറഞ്ഞു വിട്ടിരുന്നു. എത്ര പ്രാവശ്യം ഒന്ന് കണ്ട അവരെ ഇങ്ങനെ നടത്തുക? നീ ഒന്ന് സമ്മതം മൂളിയാ അടുത്ത മാസം തന്നെ കല്യാണം നടത്താമെന്ന് അവര് പറയുന്നത്. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, വാ. ഇപ്പൊ വേണ്ടമ്മേ, വിശപ്പില്ല. നിങ്ങൾ ആരെങ്കിലും നെടുമങ്ങാട് ഖാദർ എന്ന ഫയൽമാനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇവിടെ കൊള്ളാം, കേട്ടിട്ടുണ്ടോ? നല്ല ചോദ്യം. തിരുനെൽവേലിക്കാരായ 3 മറവന്മാർ ഗുസ്തിക്കാരെ ഒറ്റയടിക്ക് മലർത്തിയടിച്ച് ആളല്ലേ ഈ ഖാദർ ഫയൽമാൻ? അതെ, ആ ഖാദർ ഫയൽമാനും ഞാനും കൂടി പണ്ട് പൊന്മുടിയിൽ വെച്ച് ഗോതയിൽ ഇറങ്ങി. ആ കാര്യം ഓർക്കുമ്പോഴേ രോമാഞ്ചം. ഒന്നും വ്യക്തമായിട്ട് കാണുന്നില്ല. രോമം ഇല്ലാത്തോണ്ടായിരിക്കും അല്ലേ? വേണ്ട, ഞാൻ ഗോതയിലേക്ക് ചെല്ലുന്നു. ഖാദർ ഫയൽമാനും ഞാനും മുഖാമുഖം നോക്കുന്നു. ദേ കിടക്കണം. പിന്നെ 3-ാം ദിവസമാണ് ചേട്ടന് ഓർമ്മ വീണത്. ഇളയത് ഗുസ്തി. കൃഷ്ണ എന്നിട്ട് ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? അല്ല, കുറച്ചും കൂടി ബാക്കി. ഇനി പിന്നെ കുടിക്കാം. മോൻചെല്ല്. അല്ല, ചേട്ടന്റെ ഗുസ്തിയുടെ കാര്യം. ഇനി നീ ഇവിടെ നിന്നാൽ ഞാനും നീയും തമ്മിലായിരിക്കും ഗുസ്തി. ഓടാ. അല്ല ചേട്ടാ, കള്ളച്ചക്കൻ എന്താ ഇവിടെ? 1 2 3 4 പഴുത്ത പഴം 14 എണ്ണം, പഴുക്കാത്ത 15. അങ്ങനെ ഗുസ്തി അങ്ങോട്ട് തുടങ്ങേ. തോറ്റുട്ടാ. എന്റെ മുമ്പിൽ ആദ്യമായി അടിയറവ് പറയേണ്ടി വന്ന ഖാദർ പിന്നെ ജീവിതകാലം ഗുസ്തി പിടിച്ചിട്ടില്ല. പാവം ഖാദർ ഫയൽമാൻ. അയാൾക്ക് വല്ല ആവശ്യമുണ്ടോ ഭാസ്കരൻ ചേട്ടനോട് ഗുസ്തി പിടിക്കാൻ? അവസാനം എണ്ണത്തോണി കിടന്ന് ശ്വാസം മുട്ടി ചത്ത് കാണൂല്ലേ? അത് തന്നെയാണ് സംഭവിച്ചത്. നായർ പറഞ്ഞു ശരിയാ. പക്ഷേ ഗുസ്തി ഇവിടെയല്ല, പേർഷ്യയിൽ. ഈ 2 കൈക്കും ഉറയിട്ടിട്ട് ഇങ്ങനെ ബലൂൺ മഴ ഉണ്ടാവും.
അതിട്ട് മുഖത്ത് ഡിഷും 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 എങ്ങനെ രണ്ട് കൈ മുറയിട്ടിട്ട് ടിഷിൻ ടിഷിൻ തങ്ങണുണ്ടോ ആ കണ്ടിട്ടുണ്ടോന്ന് പറയടോ പറയടോ പറയേ ആലോചിക്കാനുള്ള സമയം എന്താ പറ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും അങ്ങനെ അവിടെ വിശ്വസിച്ചാൽ നിങ്ങളെന്താണ്ട് വെറുതെ കയ 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 ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾ രണ്ടാളും പറയുന്നത് വിശ്വസിച്ചാ മതി അതിനപ്പുറം ഇങ്ങോട്ട് പറയുമ്പോൾ ചിരിക്കും വേണ്ട കേട്ടാ അങ്ങനെയുള്ളത് മാത്രം എന്റെ കടയിലേക്ക് വന്നാൽ മതി എന്റെ കടയിലേക്ക് വന്നാ മതി പറഞ്ഞു കേട്ടില്ലേ ഇനി കടം വെക്കാൻ വരണ്ട അങ്ങോട്ട് വരണ്ട കടം വാങ്ങിക്കേ ഞാൻ ഒരു ചായ പിന്നെ ഇന്നലത്തെ ഒരു വടയും എടുത്തോളൂ ഇന്നലത്തെ ഇന്നത്തെ